വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ബികോം എക്സാംസ് ഒക്കെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു മാസമോ അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻസിനെ ഒരു 3 കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. വ്യക്തമായ പ്ലാനോട് കൂടിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. നമ്പർ 2 ഒരു പ്ലാനും ഇല്ലാണ്ടിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്. നമ്പർ 3 സപ്ലി ഒക്കെ കിട്ടി, ഇനി നമ്മുടെ കോഴ്സ് ഫിനിഷ് ചെയ്യണമെങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ ഇതിന്റെ പിന്നാലെ നടക്കണം, അങ്ങനെയുള്ള മറ്റൊരു ഗ്രൂപ്പ്. സോ ഇങ്ങനെ 3 ഗ്രൂപ്പ് നമ്മുടെ മുമ്പിലുണ്ടാവും. സോ ഈ 3 ഗ്രൂപ്പും എന്തുകൊണ്ട് നിർബന്ധമായും എംകോം പഠിച്ചിരിക്കണം, എംകോമിന്റെ അപാര സാധ്യതകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനോടുകൂടി ഇരിക്കുന്ന സ്റ്റുഡൻസിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം കാണാം. സോ വ്യക്തമായിട്ടുള്ള പ്ലാൻ എന്ന് പറയുമ്പോൾ അവര് മെജോറിറ്റി കേസിൽ പ്രൊഫഷണൽ കോഴ്സസ് ആയിരിക്കും മുന്നേ വെച്ചിട്ടുണ്ടായിരിക്കുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണല്ലോ. മേ ബി ചിലപ്പോൾ +2 പഠിക്കുന്ന സമയത്ത് തന്നെ കരിയർ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് ശരിയായിണ്ടാവില്ല. ദെൻ ചിലപ്പോൾ +2 നമുക്ക് ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകണമെന്ന് മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും, ബട്ട് അത് നടന്നില്ല. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഐഡിയ. അത് CA ആവാം, CMA ആവാം, ACC ആവാം, CS ആവാം. ഇതാണല്ലോ നമ്മുടെ 4 പ്രൊഫഷണൽ കോഴ്സസ്. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 4 പ്രൊഫഷണൽ കോഴ്സിലോട്ടും ഇറങ്ങുമ്പോൾ അവിടെ ഇതുവരെ നിങ്ങൾ പഠിച്ച ഒരു രീതിയല്ല ഈ പ്രൊഫഷണൽ കോഴ്സസിന്റെ രീതി. നമുക്കറിയാം, ഡിഗ്രിയുടെ കേസിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു എഫേർട്ട് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ പാസ്സായിരിക്കും. അത് റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ 100-ൽ 35 മാർക്ക് എന്ന് പറയുമ്പോൾ ഇന്റേണൽ മാർക്കും എക്സ്റ്റേണലും കൂടിയിട്ട് 35 കിട്ടിയാൽ മതി, ഈസി ആയിട്ട് അവിടെ പാസ്സാവും. അപ്പോൾ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഡിഗ്രിക്ക് വളരെ കൂടുതലാണ്. നിങ്ങൾ എഫേർട്ട് എടുക്കാത്തത് കൊണ്ട് മാത്രമായിരിക്കും നിങ്ങളവിടെ തോറ്റിട്ടുണ്ടാവുക. നേരെ മറിച്ച് പ്രൊഫഷണൽ കോഴ്സ്, ഇപ്പം നമ്പർ 1 CA, അവിടെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ 8-10% ആയിരിക്കും. ഇപ്പോൾ CMA ആവട്ടെ, CMAയിൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു ഇൻ്റർമീഡിയറ്റ് കിട്ടാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ദെൻ പിന്നെയുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാനുള്ള ബുദ്ധിമുട്ട് ഫൈനല്, അത് ബാക്കിയുള്ള ACC ആണെങ്കിലും ഈ പറയുന്ന CS ആണെങ്കിലും ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് കിട്ടാൻ അധികം ഒരു ഇഷ്യൂ പലപ്പോഴും ഒരു എഫേർട്ട്, ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻസ് ഒന്ന് മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ബട്ട് അതിനുശേഷം ഫൈനലിലൊക്കെ ക്ലിയർ ചെയ്ത് അത് കയ്യിലോട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ദെൻ അവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ കോഴ്സ് ഇനി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് മെജോറിറ്റി തോൽക്കാണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ CA ഒക്കെ ആണെങ്കിൽ തോൽക്കാണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലാണ് അവിടെ ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷമൊക്കെ എടുക്കുക. അത് ഏത് പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും തോൽക്കാണ്ട്. അതിൽ ഇപ്പോൾ ഒരു പേപ്പർ പോയി ഒരു ഗ്രൂപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എഴുതി ഇതിൻ്റെ പിന്നാലെ നടന്ന് പലരും 7 വർഷമോ 8 വർഷമോ അല്ലെങ്കിൽ 10 വർഷമായിട്ടും ഇത് കിട്ടാണ്ട് നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുള്ളതാണ്. എസ്പെഷ്യലി ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലോട്ട് കയറണം, നല്ല പോസ്റ്റിലോട്ട് എത്തണം എന്നുള്ള കുട്ടികളുണ്ടായിരിക്കും. സോ നിങ്ങളിപ്പോൾ ഈ ഡിഗ്രി ഇപ്പോൾ ഫിനിഷ് ചെയ്ത് നിങ്ങൾ ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും PSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോസ്റ്റുകളും വിളിക്കുക. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, GST ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അതല്ലെങ്കിൽ ഇനി ടീച്ചിങ് കരിയറിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അല്ലെ അസിസ്റ്റന്റ് പ്രൊഫസർ, അതിൻ്റെ കോൾ ഫോറിയും കോളേജ് അധ്യാപകനാവാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും അല്ലേ. ഇനി അക്കൗണ്ടന്റ് ജോബിന് താല്പര്യമുള്ള, അത് ഗവൺമെന്റ് സർവീസിൽ കയറണമെന്നുള്ള അല്ല, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ജോബാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ പല പോസ്റ്റുകൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പല പോസ്റ്റുകൾ, പല പബ്ലിക് സെക്ടർ കമ്പനീസിലുള്ള ഓപ്പർച്യൂണിറ്റീസ്. ഇതിൻ്റെ ഒക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞു വരുന്നത്, ഗവൺമെന്റ് പോസ്റ്റുകളിൽ അവർ കോൾ ഫോർ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത, അവർ മിക്കതും ഈ മാസ്റ്റർ ഡിഗ്രി അതാണ് മിക്കതും വെക്കുക. MCOM ഉണ്ടോ? ഈ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് MCOM ആണ് ക്വാളിഫിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാ. നിങ്ങൾ ഈ പ്രൊഫഷണൽ കോഴ്സിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ
പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന അത്രയ്ക്കും ടഫസ്റ്റ് അല്ല എംകോം. നിങ്ങൾക്ക് അവരെക്കാളും കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികളായിരിക്കും. ബട്ട് നിങ്ങൾക്ക് ഈ മാസ്റ്റർ ഡിഗ്രി കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കിട്ടുന്ന വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിൽ നിന്ന് അവിടെ പോകുന്നതാണ്. സോ അതുകൊണ്ട് നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുകയാണെങ്കിലും നിർബന്ധമായും അതിൻ്റെ കൂടെ എംകോം രജിസ്റ്റർ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പല പോസ്റ്റുകളും നിങ്ങളുടെ മുമ്പിൽ നിന്ന് പോകും. അപ്പുറത്ത് എംകോം കഴിഞ്ഞ് ഇരിക്കുന്നൊരു വ്യക്തി ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്ത് എന്ത് ചെയ്യും, ജോലിയിലോട്ട് കയറുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളായിട്ട് നിങ്ങളുടെ എന്ത് കളയരുത്, ഓപ്പർച്യൂണിറ്റീസ് കളയരുത്. അതുകൊണ്ട് നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സിലോട്ട് ഇറങ്ങിക്കോ. നിങ്ങളുടെ ലൈഫിൽ ഒരു ആംബിഷനാണ്, CA കാരനാവണം, CMA എടുക്കണം, ACCA എന്തോ ആവട്ടെ, നോ പ്രോബ്ലം. അതിൻ്റെ കൂടെ നിങ്ങൾ എംകോം നിർബന്ധമായും രജിസ്റ്റർ ചെയ്യുക. കാരണം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അഡീഷണൽ ക്ലാസ്സസ് വേണമെങ്കിൽ ഓൺലൈൻ ബാച്ചിന് ജോയിൻ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ അഡ്മിഷൻ വരുന്നത്. എക്സാംസ് ഒക്കെ ആണെങ്കിൽ വീക്കെൻഡിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ കേരളത്തിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. വീക്കെൻഡിൽ സാറ്റർഡേ സൺഡേ മാത്രമേ എക്സാം നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് എക്സാം എഴുതി പാസ്സാക്കാൻ പറ്റും. ഓൾറെഡി പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എംകോം പാസ്സാകുക എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ബുദ്ധിമുട്ടാവില്ല. ഓക്കെ, സോ ഇതാണ് നമ്പർ 1, വ്യക്തമായിട്ടുള്ള പ്ലാനോടുകൂടി ഇരിക്കുന്നവർ. ഓക്കെ, സോ കോളേജ് അധ്യാപകനാവാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ BComന് ശേഷം എംകോം നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക. UGCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, നെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, നെറ്റ് ക്രാക്ക് ചെയ്ത് കയറാന്നുള്ളതാണ്. ഓക്കെ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിർബന്ധമായും കോളേജ് അധ്യാപകനാവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ BComന് ശേഷം എംകോം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ BComന് ശേഷം വ്യക്തമായിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞു. ആ പ്ലാൻ എന്താ? പഠിക്കുക, ഹയർ സ്റ്റഡീസിലോട്ട് പോകുക എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള പ്ലാൻ ആയിട്ട് വെക്കുന്ന ഒരു ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്രൂപ്പിൽ ഇതിൽ തന്നെ BComന് ശേഷം എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലോട്ട് കയറണം എന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും. ജോലി ഇല്ലാണ്ട് ഒരു നിവൃത്തിയില്ല, മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോവാ. ഓക്കെ, ബട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ജോലിയുടെ കൂടെ തന്നെ എംകോം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഡിഗ്രി വെച്ച് നിങ്ങൾക്ക് ഏത് ജോലിയിലോട്ട് കയറിയാലും കുറച്ച് കഴിയുമ്പോൾ അവിടെ നെക്സ്റ്റ് ഒരു പോസ്റ്റിലോട്ട് നിങ്ങൾക്ക് കയറണമെങ്കിൽ, എന്ത് കിട്ടണം, പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് കൂടിയേ തീരൂ. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കും. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ജോലിയിലോട്ട് പെട്ടെന്ന് കയറി, വേറെ ഒന്നും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ദെൻ ജോലിക്ക് കയറിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇനി പ്രൊമോഷൻ കിട്ടണമെങ്കിൽ എംകോം വേണം, മാസ്റ്റർ പ്രോഗ്രാം ചെയ്തിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചേ. അപ്പോൾ പിന്നെ ജോയിൻ ചെയ്ത് പഠിക്കുമ്പോൾ ആ സമയത്ത് പഠിക്കുകയാണെങ്കിൽ നല്ല ഈസിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിരുന്നു എംകോം. ഇപ്പം ടച്ചൊക്കെ വിട്ടുപോയി ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ജോലിയിലോട്ട് നിങ്ങൾക്ക് കയറാനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അതിൻ്റെ കൂടിയും എംകോം രജിസ്റ്റർ ചെയ്തിരിക്കണം. ബിക്കോസ് നിങ്ങളുടെ ഫ്യൂച്ചർ സൂപ്പറായിട്ട് മാറണമെങ്കിൽ, അവിടെ പ്രൊമോഷനൊക്കെ കിട്ടണമെങ്കിൽ എംകോം കൂടിയേ തീരൂ. ഇനി ഇതല്ലാണ്ട് BCom കഴിഞ്ഞു, നമുക്കറിയാം ബാങ്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, PSC കോച്ചിങ്ങിന് പോകുന്നവരുണ്ട്, അല്ലേ? വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങളുടെ അടുത്തും പറയാനുള്ള കാര്യം ഇതാ. ഇപ്പം ഈ ബാങ്ക് ജോബ് എന്ന് പറയുമ്പോൾ ഓടിപ്പോയാൽ കിട്ടുന്ന കാര്യമല്ല. നമ്മളതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു. നമുക്ക് അറിയാം, വളരെ കുറച്ച് % ആൾക്കാർക്ക് മാത്രമാണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും നമ്മുടെ സമയം അവിടെ പോവാണ്, കോസ്റ്റ് അവിടെ വരുന്നുണ്ട്. ദെൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ ഈ വീട്ടുകാരുടെ മുഖത്ത് നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അവർ പഠിപ്പിക്കാൻ വിട്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കുറ്റബോധമൊക്കെ തോന്നും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ പ്ലാൻ ബി എന്ന് പറയണത്, ഞാൻ എപ്പോഴും പറയും എംകോം എന്ന് പറയണത് പ്ലാൻ ബി ആണ്. ബട്ട് പലപ്പോഴും പ്ലാൻ എയേക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്നത് പ്ലാൻ ബി ആണ്. അങ്ങനെ പ്ലാൻ ബി വർക്ക് ചെയ്തിട്ട് ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. ഈ പ്രൊഫഷണൽ കോഴ്സിലോട്ട് ഇറങ്ങി, ബട്ട് അതിലൊന്നും ആയില്ല. ബാങ്ക് കോച്ചിങ്ങിന് പോയി, ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. PSC കോച്ചിങ്ങിന് പോയി, ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പുറത്ത് എംകോം പ്ലാൻ ബി എന്ന് പറഞ്ഞത് കയ്യിൽ വെച്ചത് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ബേസിൽ ജോലിയിലോട്ട് കയറാൻ സാധിച്ച് അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ അതിൻ്റെ കൂടെ നിർബന്ധമായും എംകോം ചെയ്തിരിക്കണം. ബിക്കോസ് ഇത് വെച്ച് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ കരിയർ നന്നാക്കാൻ സാധിക്കും.
ഓക്കെ. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഒരു പ്ലാനും ഇല്ലാണ്ടിരിക്കുന്ന ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. അവര് ആക്ച്വലി ഇപ്പൊ 5th വരെയൊക്കെ പാസ്സായിട്ടുള്ളവരാണ്. ഇനി 6th റിസൾട്ട് വരുമ്പോൾ പാസ്സായി കഴിഞ്ഞാൽ, പാസ്സാവുന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത്, വീട്ടുകാരെന്താണ് പറയുന്നത് അതനുസരിച്ച് ചെയ്യാം. അതുവരെ റിസൾട്ട് വരുന്നവരെ നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാം. ഇപ്പോൾ എംകോമിന് പോകാൻ പറയുകയാണെങ്കിൽ എംകോമിന് പോവാം. ദെൻ എന്താണ്, പെൺകുട്ടികള് ആദ്യമൊക്കെ ഉണ്ടായിരുന്നതാണ്, ഇപ്പൊ കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യാം. അതിപ്പോൾ എംകോം ആണെങ്കിൽ എംകോം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ആണെങ്കിൽ അത്. എന്നിട്ട് എംകോമിനൊക്കെ സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ചു വിടാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ജോലി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരവസ്ഥ. അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുണ്ട്. ദെൻ വീട്ടിലിരുന്ന് മടുത്ത് പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോകണം, എന്തെങ്കിലും ഒരു ജോലി ശമ്പളം കുറവാണെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ള മറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവര് പിന്നെ എന്ത് ചെയ്യാൻ വരും, പഠിക്കാൻ വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കണം. നമ്മുടെ എന്താണ് ലൈഫാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്ലാൻ പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ, ഇപ്പോൾ ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ ഏത് ജോലിയിലോട്ടാണ് തിരിയാൻ താല്പര്യമുള്ളതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം കണ്ടെത്തുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സിലോട്ട് തിരിയണമെങ്കിൽ അത്, അധ്യാപകനാവണമെങ്കിൽ അത്, അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ അത്. സോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ചിന്തിക്കുക. ദെൻ ഇനിയിപ്പോൾ ഒരു ഐഡിയയും ഇല്ല എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എംകോമിലേക്ക് ഇറങ്ങാം. കാരണം എംകോം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ പല കുട്ടികളും ബികോം കഴിഞ്ഞ് ഒരു ഐഡിയ ഉണ്ടാവില്ല. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണു, എംകോം ചെയ്യുന്നു. എംകോം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കാത്ത പല പേപ്പേഴ്സും കുറച്ചും കൂടി ഡെപ്തിൽ പഠിക്കുക. അങ്ങനെ എംകോം കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോയി സക്സസ് ആവുന്ന ആൾക്കാരെ മാത്രമല്ല ഇങ്ങനെയും കാണാറുണ്ട്. കാരണം ഏജ് കുറച്ചും കൂടി കൂടല്ലേ ഈ എംകോം കഴിയുമ്പോൾ, പിന്നെ സബ്ജക്ട് നോളജ് കുറച്ചും കൂടി ഉണ്ടാവാണ്. അപ്പം അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും, ഒരു ഐഡിയ ഇല്ലാത്തവർക്കും എന്ത് ചെയ്യാം, ഫോർ ദി സേക്ക് ഓഫ് ദി സീറ്റ്, നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടാൻ നിങ്ങൾക്ക് ഈ പറയുന്ന എംകോം ചെയ്യാൻ സാധിക്കും. ഓക്കെ. കാരണം ഈ എംകോം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മേഖലയിലേക്ക്, പിന്നെ ഞാൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് ആവട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആവട്ടെ പല പോസ്റ്റിലും ചിലപ്പോൾ മാസ്റ്റേഴ്സിന് മാത്രമേ പറയുള്ളൂ. അത് MA MSc എംകോം എന്തും ആവട്ടെ, അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ മാസ്റ്റർ പ്രോഗ്രാം കൂടിയേ തീരൂ. ഇനി അതല്ല ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള, അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് ടാക്സ് ഓഫീസറൊക്കെ പോലെയുള്ള പോസ്റ്റുകൾ, അവിടേക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ എംകോം കൂടിയേ തീരൂ. അപ്പോൾ അവിടെ ഒരു പ്ലാൻ ഇല്ലാത്ത ആൾക്കാർക്ക് പ്ലാൻ A ആയിട്ട് എംകോം വെക്കാവുന്നതാണ്. ഓക്കെ. ഇനി സപ്ലി, ഇതിനായിട്ട് മുമ്പുള്ള സെമസ്റ്ററുകളിലെ സപ്ലി കിട്ടിയിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്, അവരിപ്പോൾ 6th എഴുതിയിട്ടുണ്ട്. 6th ചിലപ്പോൾ പാസ്സാവും, അതിലും വേണമെങ്കിൽ സപ്ലി കിട്ടാം. അതുകൊണ്ട് ഇനി 1 വർഷം 1.5 വർഷമൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ അടുത്ത് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ പേപ്പേഴ്സൊക്കെ എഴുതിയെടുക്കുക എന്നുള്ളതാണ്. അത് എക്സാമിൻ്റെ 1 മാസം മുമ്പല്ല ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടത്. ഇതുവരെ നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് സപ്ലിയൊക്കെ കിട്ടിയിട്ടുള്ളത്. ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കുന്ന ഈ ഒരു കോഴ്സിൽ അത് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ പേപ്പേഴ്സിലാണ് സപ്ലൈ കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്പോൾ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും, കോഴ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഷോർട്ട് ടൈം കോഴ്സസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിൽ എനിക്ക് പറയാനുള്ളത് കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസാണ് ഒരുപാട് വ്യക്തികൾ ചെയ്യുക. നമ്മുടെ ഫ്യൂച്ചറിന് ഉപകരിക്കുന്ന ഏതെങ്കിലും കമ്പ്യൂട്ടർ കോഴ്സസ് ആണെങ്കിൽ ചെയ്യാം. ബട്ട് നിങ്ങളടുത്ത് പറയാനുള്ളത് ഈ കമ്പ്യൂട്ടർ കോഴ്സസ്, ഷോർട്ട് ടൈം കോഴ്സസ് നിങ്ങൾ കേൾക്കും, ഒരുപാട് 6 മാസത്തെ കോഴ്സസ്, ഡിപ്ലോമ കോഴ്സസ്. ഈ ഷോർട്ട് ടൈം കോഴ്സസ് ആ പേര് പറയുന്ന പോലെ തന്നെ ഷോർട്ട് ടൈം ആണ്. അപ്പോൾ നിങ്ങളുടെ കരിയറിലും അത്രത്തോളം യൂസ്ഫുൾ തന്നെയായിരിക്കും ഈ പറയുന്ന ഷോർട്ട് ടൈം കോഴ്സസിലൂടെ ഉണ്ടാവുക. ശമ്പളവും ആണെങ്കിലും കരിയറിലാണെങ്കിലും ഒക്കെ ഷോർട്ടായിരിക്കും. കാരണം 6 മാസത്തെ കോഴ്സല്ലേ ഉള്ളൂ, അത്രത്തോളം ശമ്പളവും സാധ്യതകളും മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ കരിയർ സൂപ്പർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു നല്ല പ്ലാൻ വെച്ച് ഈ പറയുന്ന ഇപ്പോൾ മാസ്റ്റർ പ്രോഗ്രാം ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് കുറച്ച് നാൾ ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യണം, പഠിക്കുകയാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യാം, ഈ ഷോർട്ട് ടൈം കോഴ്സസ് ചെയ്യാം. കരിയറിന് യൂസ്ഫുൾ ആവുന്ന
കമ്പ്യൂട്ടർ ഒരു ടച്ചും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് പഠിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ അതല്ല അഡീഷണൽ എന്തെങ്കിലും ഇപ്പോൾ ടാക്സേഷനെ പറ്റിയിട്ടോ ഫിനാൻസിനെ പറ്റിയിട്ടുള്ള ഡിപ്ലോമ കോഴ്സസ് ഉണ്ടെങ്കിൽ പഠിക്കാം. ബട്ട് അത് വെച്ച് മാത്രം നിങ്ങൾ ജോലിയിലോട്ടും മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് മാത്രമായിരിക്കും. ജോലി എന്തെങ്കിലും കിട്ടും, ശമ്പളം കുറവായിരിക്കും എന്ന് മാത്രം. ഓക്കെ, ജസ്റ്റ് ഫോർ സർവൈവൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്. എംകോമിൻ്റെ സാധ്യത നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് എംകോമിന്. ഒരുപാട് സാധ്യതയാണ്. നിങ്ങൾ ഇതിനെ ഒരു ട്രഡീഷണൽ കോഴ്സായിട്ട് മാത്രം കാണരുത്. ഞാൻ പറഞ്ഞു, വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉള്ള ആൾക്കാർക്ക് പ്ലാൻ ബി ആയിട്ട് ഇതിനെ വെക്കാം. ബട്ട് ഒരുപാട് വ്യക്തികൾക്ക് പ്ലാൻ ബി ആണ് ഇപ്പോൾ വർക്കൗട്ട് ആവുന്നത്, അങ്ങനെയുണ്ട്. ദെൻ ഒരു പ്ലാൻ ഇല്ലാത്ത ആൾക്കാർക്ക് പ്ലാൻ എ ആയിട്ട് ഇതിനെ വെക്കാം. ദെൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സപ്ലിയിൽ നിൽക്കുന്ന ആൾക്കാർ അത് ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു കോഴ്സാണ് എംകോം. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.